എടി കൊച്ചേ, നീ ഇപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ നോക്ക്. ഇപ്പോൾ ആരും അധികം ഇത് അറിഞ്ഞിട്ടില്ല. നമുക്കെല്ലാം അങ്ങ് മറക്കാം. എസ് ഐ അവളെ ഉപദേശിച്ചു. ഞാൻ പോകില്ല സർ. അവളുടെ മറുപടി ഉറച്ചതായിരുന്നു. എൻ്റെ മോളുടെ പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്നേഹത്തോടെ പറയുന്നത്. ഈ ഡ്രൈവർമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവന്മാർക്കൊക്കെ ഓരോ റൂട്ടിൽ ഓരോ ലൈൻ കാണും. നീ എന്ത് വിശ്വസിച്ച ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്? എസ് ഐയുടെ ആ പരാമർശം അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നില്ല സെബാസ്റ്റ്യന്. സാറേ, സാറതെന്ത് വർത്തമാനമാണ് പറയുന്നത്? അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല, സെബാസ്റ്റ്യൻ പറഞ്ഞു. അയ്യോടാ, സാറിനെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ തുടങ്ങുവാണോ? താല്പര്യമില്ലാതെ സെബാസ്റ്റ്യന്റെ മുഖത്തേക്ക് നോക്കി എസ് ഐ ചോദിച്ചു. ബസ് ഡ്രൈവർമാരെല്ലാം മോശക്കാരാണെന്ന് സാറിനോടാരാ പറയുന്നത്? പതറാതെ അവൻ ചോദിച്ചു. ഞാനും കാക്കിയ, സാറും കാക്കിയ. ആ കാക്കിക്ക് ഒരു സത്യമുണ്ട്. നക്കാപ്പിച്ച കാശിന് ബസ് ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ അത്രയും പവർ കാണില്ല. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെക്കാളും മനസാക്ഷിയുള്ളവരാണ് ഞങ്ങൾ. പിന്നെ ഓരോ റൂട്ടിലും ഓരോ ലൈനുള്ളവരൊക്കെ കാണും എന്ന് പറഞ്ഞ് എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ നിൽക്കരുത്. 10-40 പേരുടെ ജീവനും വെച്ചുകൊണ്ട് വെളുപ്പാങ്കാലത്തെ തുടങ്ങുന്ന പാച്ചിലാണ് സാറേ. ശ്രദ്ധിക്കാൻ പോലും നേരമില്ലാത്തവരും കാണും. പിന്നെ പെൺവിഷയത്തിൽ താല്പര്യമുള്ളവർ ഏതു മേഖലയിലാണ് ഇല്ലാത്തത്? സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലും കാണില്ലേ? അങ്ങനെയുള്ളവരെല്ലായിടത്തും ഉണ്ട്, നല്ലതും കെട്ടതും ഒക്കെ. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. നീ കൊള്ളാലോടാ. ലാത്തി അവന്റെ മുഖത്തേക്ക് വെച്ചുകൊണ്ട് എസ് ഐ ചോദിച്ചു. ചെറിയമ്മയുടെ അരികിൽ നിൽക്കുന്ന ആദർശ് അപ്പോഴും അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നുവെന്ന് ലക്ഷ്മി കണ്ടു. വീട് സാറേ, ഇത്രയും പേടിപ്പിക്കാനും മാത്രം ഞാനെന്ത് കുറ്റവാ ചെയ്തേ? പെൺവാണിഭം ഒന്നും നടത്തിയിട്ടില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് പാളി ആദർശിനെ നോക്കിയതായി ലക്ഷ്മിക്ക് തോന്നി. പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഈ നാട്ടിലുണ്ട്. അതത്ര വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? സെബാസ്റ്റ്യന്റെ ആ ചോദ്യത്തിന് മുൻപിൽ എസ് ഐ ഒന്ന് പതറി. എടി കൊച്ചേ, നിനക്ക് എത്ര വയസ്സായി? ലക്ഷ്മിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് എസ് ഐ ചോദിച്ചു. 22. അവൾ പറഞ്ഞു. അപ്പൊ പ്രായപൂർത്തിയായി എന്ന് സാറിന് ഉറപ്പായല്ലോ? സെബാസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അയാൾ രൂക്ഷമായി അവനെ ഒന്ന് നോക്കി. നിനക്കെത്ര വയസ്സായി? അവന്റെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു. എനിക്ക് 28 വയസ്സുണ്ട്, അവൻ പറഞ്ഞു. ലച്ചു, നീ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും നാളെ വരും. അവരോടൊക്കെ അച്ഛൻ എന്താ മറുപടി പറയുക? നിനക്ക് ഏറ്റവും നല്ലത് മാത്രമല്ലേ അച്ഛൻ കണ്ടുപിടിക്കൂ? അവളുടെ അച്ഛൻ ലക്ഷ്മിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ വരില്ല. എന്നെ നിർബന്ധിച്ച് ഇവിടുന്ന് കൊണ്ടുപോയാ ഞാൻ മരിച്ചു കളയും. അവളുടെ ആ മറുപടിയിൽ എസ് ഐ അടക്കം ഞെട്ടിപ്പോയിരുന്നു. നിങ്ങൾ ഈ കൊച്ചിനെ ഇവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ടോ നിർബന്ധിച്ചുകൊണ്ടോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ജോലി പോകുന്ന പരിപാടിയാണ്. ഈ കൊച്ചെന്തെങ്കിലും ചെയ്ത അവസാനം നിങ്ങളെല്ലാവരും കൈ ഒഴിഞ്ഞു പോകും. ജോലി പോകുന്നത് എൻ്റെയാണ്. ആ കൊച്ചിന് സമ്മതമാണെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് വയ്ക്കോ? എസ് ഐ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ലക്ഷ്മിയുടെ അച്ഛനായ ദേവൻ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്? എസ് ഐയുടെ ആ ചോദ്യത്തിന് മുൻപിൽ ലക്ഷ്മി ശരിക്കും ഒന്ന് ഭയപ്പെട്ടിരുന്നു. എങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്ത് സംസാരിച്ചു. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇച്ചായനും അറിയില്ലായിരുന്നു. വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തിലുള്ളൊരു വിവാഹമായിരുന്നു. ഇച്ചായന്റെ ആഗ്രഹം അതൊരിക്കലും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നെ വീട്ടിൽ കൊണ്ട് തിരിച്ചാക്കാമെന്ന് ഇച്ചായൻ പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് സംസാരിക്കാമെന്ന് ഇച്ചായൻ പറഞ്ഞു. അതെനിക്ക് സമ്മതമല്ലായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാ. എനിക്ക് കഴിക്കാൻ ഭക്ഷണം മേടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഗുളിക എടുത്ത് കഴിച്ചത്. അവൾ പറഞ്ഞു നിർത്തി. എടി കൊച്ചെ, ഇതിൽ നിന്ന് തന്നെ നിനക്ക് ഇവൻ്റെ ഉദ്ദേശം നിന്റെ കല്യാണം കഴിക്കലല്ലെന്ന് മനസ്സിലായില്ലേ? നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ടും അവന് വീട്ടിൽ വന്ന് സംസാരിക്കാൻ തോന്നിയില്ലല്ലോ. അപ്പൊ പിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്ന് തന്നെയാണ് അതിനർത്ഥം. എസ് ഐ പറഞ്ഞു. അങ്ങനെയാണ് സാർ, ഞങ്ങൾ സ്നേഹിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞതാണ്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. അതുവരെ കാത്തിരിക്കാൻ പറഞ്ഞതാ. അതിനിടയിലാണ് എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിച്ചത്. കല്യാണാലോചനയല്ല, ശരിക്കും ആ സമയം മുതൽ എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഫോൺ പോലും ഇല്ലായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഒരാളുടെ ഫോണിൽ നിന്നാണ് ഇച്ചായനെ വിളിച്ചത്. അപ്പോൾ ആള് ബസ്സിലായിരുന്നു. കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞു. പിന്നാണ് ആൾക്ക് മനസ്സിലായത്. എത്ര സമർത്ഥമായിട്ടാണ് അവളൊരു കള്ളം പറയുന്നത് എന്ന് അവൻ നോക്കുകയായിരുന്നു, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. ഇവളീ പറഞ്ഞതൊക്കെ സത്യമാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി എസ് ഐ ചോദിച്ചു. അതെ സാർ. മറ്റെവിടെയോ നോക്കി അവൻ മറുപടി പറഞ്ഞപ്പോൾ സമാധാനം തോന്നിയിരുന്നത് അവൾക്കാണ്. നിന്റെ പേരെന്തായിരുന്നു? സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യ നല്ല തറവാടിത്തവും അന്തസ്സും ഒക്കെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന പെങ്കുച്ചാണ്. അവളുടെ കല്യാണമാണ് നാളെ. നീയായിട്ടത് മുടക്കാൻ നിൽക്കരുത്.
നിന്റെ കൂടെ ജീവിച്ച് അവക്കൊരിക്കലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുകയില്ല. ഇത്രയും സൗകര്യത്തിൽ നിന്ന് വന്നൊരു പെങ്കൊച്ച് നിന്റെ കൂടെയുള്ള ജീവിതത്തിൽ സന്തോഷമായിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? 1-2 മാസത്തെ പൂതി കഴിയുമ്പോൾ അവളും നിന്നെ കളഞ്ഞിട്ട് പോകും. നിന്റെ ജീവിതം പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ തന്നെ പറഞ്ഞു മനസ്സിലാക്കി അവളെ അവളുടെ അച്ഛൻ്റെ കൂടെ വിടാൻ നോക്ക്. എസ് ഐ വളരെ സൗമ്യമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞിട്ട് തന്നെയാ സാറേ അവൾ എന്നെ സ്നേഹിച്ചത്. അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ട്. എൻ്റെ കൂടെ വരാനാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ നോക്കും. സെബാസ്റ്റ്യന്റെ മറുപടിയിൽ ശരിക്കും ഞെട്ടിപ്പോയത് ലക്ഷ്മിയായിരുന്നു. ആദർശിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. അവന് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. കൈയുടെ മുഷ്ടി ചുരുട്ടിയാണ് ആ ദേഷ്യത്തെ അയാൾ നിയന്ത്രിച്ചത്. ലക്ഷ്മിയുടെ അച്ഛൻ ദേവനാവട്ടെ നിസ്സഹായനായി മകളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ അച്ഛൻ്റെ നോട്ടം തറഞ്ഞു കയറിയത് സെബാസ്റ്റ്യന്റെ നെഞ്ചിലാണ്. താൻ കാരണമാണല്ലോ അയാൾ വേദനിക്കുന്നത് എന്ന കുറ്റബോധം അവനെ നീറ്റാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദേവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് എസ് ഐ ചോദിച്ചത്. അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടന്നോട്ടെ സർ. എനിക്കിനി ഒരു മകളില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ഞങ്ങൾ ഇറങ്ങുകയാണ്. ചുവന്ന കണ്ണുകളോടെ അയാളത് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് മടർന്നു വീണിരുന്നു. പക്ഷെ കരയില്ലെന്ന വാശിയോടെ ആ കണ്ണുനീരിനെ അവൾ തട്ടിക്കളഞ്ഞു. അച്ഛൻ്റെ മുഖത്തേക്ക് ഒരു വട്ടം പോലും അവൾ നോക്കിയില്ല. പകയോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാണ് ചെറിയമ്മയായ സീത ദേവനൊപ്പം നടന്നത്. തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി തൻ്റെ വലയിൽ നിന്നും രക്ഷപ്പെട്ട ഇരയെ ക്രൂരമായ രീതിയിൽ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ആദർശം പുറകെ ഇറങ്ങി. ലക്ഷ്മിയുടെ അരികിലേക്ക് വന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട. ഞാൻ നിന്റെ പുറകെ തന്നെയുണ്ട്. അവളെ അടിമുടി നോക്കി അയാളത് പറഞ്ഞപ്പോൾ അയാൾക്ക് കുറുകെ കയറി നിന്നിരുന്നു സെബാസ്റ്റ്യൻ. അവൾക്കൊരു സുരക്ഷാ വലയം തീർത്ത്. നീയും കരുതിയിരുന്നു. സെബാസ്റ്റ്യന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് കാണാം. സെബാസ്റ്റ്യൻ പറഞ്ഞു. കാണണം. ആദർശ് അവനെ നോക്കി പറഞ്ഞു. കണ്ടല്ലേ പറ്റൂ. മീശ അല്പം പിരിച്ച് സെബാസ്റ്റ്യനും പറഞ്ഞു. ശേഷം സൂക്ഷിച്ചവനെ ഒന്ന് നോക്കുകയും ചെയ്തു ആദർശ്. അവനും നന്നായി തന്നെ ഒന്ന് നോക്കി. രണ്ടുപേരും പരസ്പരം ആ മുഖങ്ങളെ മനസ്സിൽ ആവാഹിക്കുകയാണെന്ന് ആർക്കും തോന്നുന്ന തരത്തിലായിരുന്നു നോട്ടം. ഞാൻ ഫോൺ വിളിക്കാം സർ, എസ് ഐയോട് അത്രമാത്രം അവൻ പറഞ്ഞു. ശേഷം പുറത്തേക്കിറങ്ങി. അവർ പോയതോടെ ലക്ഷ്മിയെയും സെബാസ്റ്റ്യനെയും എസ് ഐ മാറി മാറി നോക്കി. സാറേ, കൊടിമല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ പേരിൽ കേസൊന്നുമില്ല. ആകപ്പാടെ പണ്ട് പാർട്ടിയുടെ പേരിലെങ്ങാണ്ട് പോയിട്ടുള്ളൊരു തല്ലുപിടി കേസ് മാത്രമേ ഉള്ളൂ. ഓ, നീയും പാർട്ടിക്കാരനാണോ? അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എസ് ഐ ചോദിച്ചു. നമ്മളൊക്കെ സാധാരണ രാഷ്ട്രീയം മനസ്സിൽ കൊണ്ട് നടക്കുന്ന പാർട്ടിക്കാരാ സാറേ. ഇപ്പം പോയവരെ പോലെ വലിയ ഹോൾഡുള്ളവരല്ല. സെബാസ്റ്റ്യൻ പറഞ്ഞു. നിനക്ക് കഴുത്തിന് ചുറ്റും നാക്കാണെന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് എസ് ഐ പറഞ്ഞു. ഏതാണ്ട് നിനക്ക് കോളടിച്ചല്ലോ. നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയില്ലേ? അവളെ ഒന്ന് നോക്കി അവന്റെ മുഖത്തേക്ക് നോക്കി എസ് ഐ പറഞ്ഞു. നീ ഏതായാലും 2 ജാമ്യക്കാരെ വിളിക്ക്. അങ്ങനെ വെറുതെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. 2 ജാമ്യക്കാരുടെ ബലത്തില് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ട് 2 വിട്ടാൽ മതി. കേട്ടല്ലോ? നാളെ ഇവനോ ഇവളോ എവിടെയെങ്കിലും ചത്ത് കിടന്നാ നമ്മുടെ പടലിയിലേക്ക് വരും. ഞങ്ങൾ ചാകുമെന്ന് സാറിനെന്താ ഇത്രയും ഉറപ്പ്? ആരെങ്കിലും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഡാ. സെബാസ്റ്റ്യന്റെ ചോദ്യം കേട്ടുകൊണ്ട് പെട്ടെന്ന് കോളറിൽ കുത്തി പിടിച്ചിരുന്നു. ഹ, വിട് സാറേ. ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ചത് ഇന്റർനാഷണൽ കുറ്റമൊന്നും അല്ലല്ലോ. സാറിന് ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് എൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ടല്ല. സാറ് പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ പ്രശ്നക്കാരാണെന്ന്. ബസ്സുകാരെ ശരിക്കും സാറിന് അറിയില്ല. സെബാസ്റ്റ്യൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ കണ്ട അഗ്നി അയാളെ ഒന്ന് ഭയപ്പെടുത്തി. ജോൺസാ, ഞാൻ വീട്ടിൽ പോവാ. താൻ എന്താണെന്ന് വെച്ചാ ചെയ്യ്. അത്രയും പറഞ്ഞ് 2 പേരെയും ഒന്ന് നോക്കി പുറത്തേക്ക് അയാൾ ഇറങ്ങിപ്പോയപ്പോൾ സെബാസ്റ്റ്യൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ അവനെ നോക്കാൻ പോലും ത്രാണിയില്ലാതെ നിൽക്കുകയാണ്. ആരാന്ന് വെച്ചാൽ വിളിക്കടാ. അവിടെ ഇരുന്ന പോലീസുകാരൻ സെബാസ്റ്റ്യന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിച്ചു. ഇച്ചായ, ഇത് എവിടെയാണ്? ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയാണ്. നിങ്ങളില്ലാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സുനി ഒരു കുപ്പിയും കൂടി എടുക്കാൻ പോയിരിക്കുക. ഇച്ചായ വരുന്നോ? അവൻ്റെ കുഴഞ്ഞ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ നല്ല കോലത്തിലാണെന്ന് സെബാസ്റ്റ്യന് മനസ്സിലായി. ഇനി വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ ശിവനെ വിളിച്ചു. പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്നാണ് ശിവനോട് പറഞ്ഞത്. ഒപ്പം തന്നെ തൻ്റെ ബസ്സിൻ്റെ ഉടമയായ സാബുവിനെയും വിളിച്ചു.
സാബുവിനോടും കാര്യങ്ങൾ ചുരുക്കിയൊന്ന് പറഞ്ഞു. ആരോടും ലക്ഷ്മിയെ പരിചയമില്ല എന്നവൻ പറഞ്ഞില്ല. ഏതേലും വിധേയനെ അത് പോലീസോ മറ്റോ അറിഞ്ഞാൽ തനിക്ക് തന്നെയായിരിക്കും പ്രശ്നമാകുന്നതെന്ന് സെബാസ്റ്റ്യൻ അറിയാമായിരുന്നു. തനിക്ക് എന്തിന്റെ അസുഖമായിരുന്നു എന്ന് 100 തവണ അവൻ മനസ്സിൽ ചോദിച്ചു. ഒരാളെ സഹായിക്കാൻ പോയതാണ്. പക്ഷെ തന്റെ വായിൽ നിന്ന് വീണുപോയൊരു അബദ്ധം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അവളെ അറിയാമെന്ന് താൻ പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ബസ്സിൽ ബോധരഹിതയായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശിവനും സാബുവും അവിടേക്ക് എത്തി. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വിവരങ്ങൾ അവരറിയുന്നത്. സംശയത്തോടെ ശിവൻ സെബാസ്റ്റ്യനെ ഒന്ന് നോക്കി. സാബുവിനോട് SI ഫോണിൽ സംസാരിച്ചു. രണ്ടുപേരുടെയും ജാമ്യത്തിൽ സെബാസ്റ്റ്യനെയും ലക്ഷ്മിയെയും പറഞ്ഞുവിടാമെന്ന് തീരുമാനമായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതും സാബു അവനെ തന്നെ രൂക്ഷമായി നോക്കി. സെബാനെ, നിന്നെ ഞാനൊരു ജോലിക്കാരനായി ആണോ കണ്ടിട്ടുള്ളത്? എന്റെ സ്വന്തം അനിയനെ പോലെയല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേ? സാബു അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തു മറുപടി പറയണമെന്ന് അറിയാതെ ലക്ഷ്മിയെ നോക്കായിരുന്നു സെബാസ്റ്റ്യൻ ചെയ്തത്. ആ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ആ കൊച്ച് പേടിച്ച് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. സാബു അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അയാൾക്കൊരു ഫോൺ വന്നപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അല്പം മാറി നിന്നു. ലക്ഷ്മി ഒരു ശില പോലെ നിൽക്കുകയാണ്. വൈകിട്ട് കണ്ടപ്പോൾ പോലും നീ ഒരു സൂചന തന്നില്ലല്ലോ. ശിവൻ സെബാസ്റ്റ്യനെ കുറ്റപ്പെടുത്തി. അണ്ണാ, ഇതങ്ങനെയല്ല, ഞാൻ പറയാം വന്നേ. സെബാസ്റ്റ്യൻ ശിവന്റെ കയ്യിൽ പിടിച്ച് അല്പം മാറി നിന്നു. തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു ലക്ഷ്മി അപ്പോൾ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ, സാഫല്യം സ്റ്റോറിയുമായിട്ട്. സാഫല്യം എൻ്റെ കഥ തന്നെയാണ്. ഉണ്ട് കേട്ടോ, നല്ല മാച്ചുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സാഫല്യം എന്ന് പറഞ്ഞ സ്റ്റോറി നല്ല രീതിയിൽ പ്രതിലിപിയിൽ ബെസ്റ്റ് സെല്ലറായിട്ട് തിരഞ്ഞെടുത്തൊരു ടൈമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ടൈപ്പല്ല കേട്ടോ ഇത്, അതേ പോണക്കത്തെ ഒരു കഥയും കൂടി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കഥയുമായിട്ട് സിമിലാരിറ്റി തോന്നും. പക്ഷെ കഥ ഒന്നല്ല കേട്ടോ, വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ.